നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിരിയാണി ആക്കി വെക്കാം. വാ. ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കാം. 3 സവാള, 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഉപയോഗിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പച്ചമുളക് 10 എടുത്തോ. അതങ്ങോട്ട് തട്ടി കൊടുത്ത് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല 3 കൂടിയിട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോ. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തത്. അതിലേക്ക് തട്ടി കൊടുത്ത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കൈ എടുക്കാണ്ട് ഇളക്കിക്കോ. ചിക്കൻ ഒരു വൈറ്റ് കളറായി വരുമ്പോൾ തൈര് വെച്ച് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോ. പിന്നെ ഇതിലേക്ക് മല്ലി, പുതിന, കറിവേപ്പില അങ്ങനെ സകലமான ഇലകൾ വിട്ട് മീഡിയം തീയിൽ ഒറ്റ വിസിൽ വേവിച്ചെടുക്കണം. അത് തുറക്കുമ്പോൾ ഒരു മണം വരും മക്കളെ. പിന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചോ. എന്നിട്ട് അതേ കുക്കറിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുക്കണം. പിന്നെ അതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് തിളപ്പിക്കാൻ പറ്റും. ആ സമയത്ത് മസാലയിലേക്ക് കുറച്ച് നെയ്യും വറുത്ത ഉള്ളി ഇട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചോ. വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് നെയ്യ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കഴുകി ഊറ്റി വെച്ച അരി അങ്ങോട്ട് തട്ടിക്കൊടുത്തോ. ഒരു 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചാൽ അരി നല്ല സൂപ്പറായി വന്ന് കിട്ടും. പിന്നെ ആ ചോറെടുത്ത് നമ്മളെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് അതിൽ നെയ്യും മണ്ടിപ്പരിപ്പും മുന്തിരിയും ഗരം മസാലയും മല്ലിയിലയും ഇട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ദമ്മിലിട്ടാൽ നമ്മളെ കിടിലം ബിരിയാണി റെഡി. ആ ചോറും മസാലയെല്ലാം കൂടി ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വിളമ്പി കുറച്ച് സലാഡും കൂടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ മക്കളെ. മാക്സിമം 1 മണിക്കൂർ മതി ബിരിയാണി ആക്കാൻ. എല്ലാവരും ആക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.